പോസ്റ്റ് ഓഫീസ് മുഖേന വസ്തുനികുതി അടയ്ക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏറ്റവുമധികം പർവ്വതങ്ങളുള്ള ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവുമധികം രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരിയാണ്. മംഗളാദേവി ക്ഷേത്രം ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. സുവർണ മത്സ്യം എന്നറിയപ്പെടുന്ന നീന്തൽ താരമാണ് മൈക്കൽ ഫെൽപ്സ്. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. 2018 ലോക ഫുട്ബോൾ വേദിയാകുന്നത് റഷ്യയാണ്. 2014 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ശ്രീലങ്ക. ദേശീയ തിരിച്ചറിയൽ കാർഡ് പദ്ധതിയായ ആധാർ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമമാണ് മഹാരാഷ്ട്രയിലെ നന്നൂർബാർ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലമാണ് ഇടപ്പള്ളി വെള്ളാർപാടം പാത. ചൊവ്വയിൽ 10 വർഷം പൂർത്തിയാക്കിയ നാസയുടെ പര്യവേഷണ വാഹനം ഓപ്പർച്യൂണിറ്റി എന്നറിയപ്പെടുന്നു. ഇന്റർനെറ്റിൽ ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്നത് വിക്കിപീഡിയ. 5 തവണ ലോക ബോക്സിംഗിൽ കിരീടം നേടിയ ഇന്ത്യൻ വനിതയാണ് മേരി കോം. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. ടൈഫസ് പരത്തുന്ന ജീവിയാണ് പേൻ. ചിക്കി ചങ്കരം എന്ന നാടകത്തിന്റെ കർത്താവ് മുൻഷി രാമക്കുറുപ്പ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് യൂറിക് ആസിഡ്. ആദ്യത്തെ ബുദ്ധമത കന്യാസ്ത്രീയാണ് ഗൗതമി. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഭരണഘടനയുടെ രക്ഷകർത്താവ് എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. 7 മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം. വലിപ്പമേറിയ ചുവപ്പ് അടയാളമുള്ള ഗ്രഹമാണ് വ്യാഴം. പട്ടുനൂൽപ്പുഴു വളർത്തലിനെ കുറിച്ചുള്ള പഠനശാഖയാണ് സെറികൾച്ചർ. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ 2ാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്ത. പെൻസിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. ശരീരത്തിലെ അനൈഷ്ഠിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലങ്കേറ്റ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. മത്സ്യങ്ങളുടെ ശ്വസന അവയവമാണ് ചെകിളപ്പൂക്കൾ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. എല്ലാ സുഹൃത്തുക്കൾക്കും